ഇന്നലെ നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണെന്ന്. അതായത് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1, 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശരി. മൂന്നാമത്തെ ചോദ്യം, മാവോ സേതുവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അപ്പോൾ 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതായത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമാക്കി. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിവ മാത്രം ശരിയാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അഥവാ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ ഉർവശി ഫുട്ടാലിയയാണ് കേട്ടോ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്നാണ്? ഓപ്ഷൻ സി ആക്സിയം 4 കേട്ടോ. കറണ്ട് അഫെയർ ആണ്. ഏഴാമത്തെ ചോദ്യം, ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ്? ഓപ്ഷൻ എ ഹംബൾട്ട് പ്രവാഹമാണ് കേട്ടോ. ഹംബൾട്ട് പ്രവാഹമാണ് ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 8ന്റെ ആൻസർ ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്തതും ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ ബി സ്പാഡക്സ് ദൗത്യം കേട്ടോ. സ്പാഡക്സ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് എന്ന് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ട് വരുന്നത്. അതായത് സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂയും. അതുപോലെ തന്നെ വടക്കേ അമേരിക്ക റോക്കി പർവ്വത ചരിവിൽ ഫോൺ ശീതക്കാറ്റ് വീശുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. 11ാമത്തെ ചോദ്യം, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റയാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം, സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. 13ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സൂചനകളെന്ന് നോക്കാം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന. 14ാമത്തെ ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി 10ാം പഞ്ചവത്സര പദ്ധതി. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്, നോട്ട് ചെയ്തോണേ, നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വൈ ഒന്നുമല്ല കേട്ടോ, ഇ വൈ ഒന്നുമല്ല എന്നാണ് വരുന്നത്. ഇതെല്ലാം ലക്ഷ്യങ്ങളായിട്ടാണ് വരുന്നത് നീതി ആയോഗിൻ്റെ. അതായത് വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അതുപോലെ തന്നെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെ വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ്. 16ാമത്തെ ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണക്കനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കർണാടക കേട്ടോ. അപ്പോൾ KGF ഒക്കെ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് കണക്ട് ആവും എന്നൊരു ആൻസർ ആയിരുന്നു. 17ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കർണാടക. 18ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഓപ്ഷൻ എ അമർത്യ സെൻ ആണ്. 19 ലെയ്സസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവാരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ആഡം സ്മിത്ത് ആണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതാണ്. പിന്നെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയാണ് 1934. അത് ശരിയായിട്ടാണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ശരിയാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 അത് ശരിയാണ്. അതുപോലെ തന്നെ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. 21ാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ആമുഖം. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നോട്ട് ചെയ്തോണേ. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതും ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്ന ഒരു മാർഗ്ഗമാണ് ചിരകാലവാസം. അത് ശരിയാണ്. ഭരണഘടനയുടെ 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ 22ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 4 ഉള്ളി കേട്ടോ. 23ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 ബി ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക. 2 സി ആണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3 കോവാറൻഡോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4 പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റദ്ദാക്കുക എന്നാണ് കേട്ടോ. പ്രൊഹിബിഷൻ റദ്ദാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 23ൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 ബി 2 സി 3 എ 4 ഡി. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളിൽ നിന്നാണ്. 25 ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ കറണ്ട് അഫയർ ചോദ്യമാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നിലവിലെ ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാർ. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണിയോ ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറലായിട്ട് വരുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. കറണ്ട് അഫയറിൻ്റെ പാട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 ബി 2 ഡി 3 എ 4 സി കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 26ാമത്തെ ചോദ്യം, BNSSൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 27 സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. 28 കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ആരംഭിച്ചത് എന്ന് മുതലാണ്? ആൻസർ ഓപ്ഷൻ എ 2018. 29 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കേരളമാണ് കേട്ടോ. 30ാമത്തെ ചോദ്യം, കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം ഡാഷ് എന്ന സ്ഥലത്തുമാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 30ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആൻസർ വരുന്നത് 2007 രൂപീകരിച്ചു. അതുപോലെ തന്നെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 31ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി APJ അബ്ദുൽ കലാമാണ് കേട്ടോ. 32 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA ഒരു ഡാഷ് സ്ഥാപനമാണ്. ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നിയമാനുസൃത സ്ഥാപനം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
33 അട്ടപ്പാടിയിലെ പട്ടികവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി കേട്ടോ. മില്ലറ്റ് വില്ലേജ് പദ്ധതി കേട്ടോ. 34ാമത്തെ ചോദ്യം, മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ കെ ആണ്. 35 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഏപ്രിൽ 7 കേട്ടോ. 36 ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എഡ്വേർഡ് വിൽസൺ ആണ്. 37 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ ഫീമർ ആണ് കേട്ടോ. 38ാമത്തെ ചോദ്യം, മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്ലാസ്മോഡിയം ആണ്. 39 താഴെ തന്നിരിക്കുന്നതിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യ ത്വക്കിൻ്റെ നിറം. 40ാമത്തെ ചോദ്യം, ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മന്ത്രിസഭയിലാണ്. 41ാമത്തെ ചോദ്യം കറണ്ട് അഫെയർ ആണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യയാണ് വരുന്നത്. 42ാമത്തെ ചോദ്യം, ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിസരണമാണ് വരുന്നത്. 43 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 0 ആയിരിക്കും കേട്ടോ. 44 കർണാടകയിലെ ബീജാപൂരിൽ ഗോൾഗുബസ് എന്ന മർമ്മ ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? ആൻസർ ഓപ്ഷൻ എ അനുരണനമാണ് കേട്ടോ. 45 സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? ആൻസർ ഓപ്ഷൻ ബി രാകേഷ് ശർമ്മയാണ്. 46 റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൻ്റെ നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സ്പൈഡെക്സ് വെബ് ആണ് കേട്ടോ. ഓപ്പറേഷൻ സ്പൈഡെക്സ് വെബാണ്. 47 താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ് ആണ്. 48ാമത്തെ ചോദ്യം, ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ് ആണ്. 49 താഴെ പറയുന്നവയിൽ രൂപാന്തരം കാണിക്കാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബിസ്മത്ത് ആണ്. 50ാമത്തെ ചോദ്യം, 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ്? ഓപ്ഷൻ സി അഞ്ചിഘട്ട് ആണ് കേട്ടോ. അഞ്ചിഘട്ട്. 51 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നു? ഓപ്ഷൻ സി എയ്ഡൻ മാർക്രമാണ്. 52 ശരിയായ ജോഡി കണ്ടെത്തുമെന്നാണ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികൾ പറയാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 53 എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്നാണ് നോക്കാം നമുക്ക്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ശരിയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 53 ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 54ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. തിരുവാതിര ധനുമാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം. വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 55 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. 2 മാത്രമാണ്. അതായത് PR ശ്രീജേഷും മനു ഫാക്കറുമാണ് പതാക ഏന്തിയത് കേട്ടോ. 55 ആൻസർ ഓപ്ഷൻ ഡി 2 മാത്രം. 56ാമത്തെ ചോദ്യം, KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. അതായത് അമാവാസി, ഗസൽ, മാനസാന്തരമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ എ 3 മാത്രം എന്നുള്ളതാണ് ആൻസർ. 57 ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ശരിയാണ്. 2025 മെയ് 7 ഇത് നടന്നത്. ശരിയാണ്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 58 UN സുസ്ഥിര വികസന റിപ്പോർട്ട് പ്രകാരം റാങ്കിങ്ങിൽ 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് കണ്ടെത്തുന്നതാണ്. ശരിയായത് 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം സ്വീഡനുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രം ശരിയായിട്ടുള്ളതാണ്. 59 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതെന്നാണ് വെച്ചത്. ഇതിനകത്ത് എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. 59ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എല്ലാം ശരിയാണ് എന്നുള്ളതാണ്.
60ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത, നോട്ട് ചെയ്തോണേ, ശരിയല്ലാത്തത് കേട്ടോ, ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശരിയല്ലാത്തത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ശരിയല്ലാത്തത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 61, വിത്തുകളുടെ ഉൽപ്പാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവ സ്ഥാനത്ത് നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായും പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ സാദിയാണ്. 62, സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം എന്നാണ്? ഓപ്ഷൻ സി ആണ് E0 FIR കേട്ടോ, E0 FIR. 63, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പേൾ ആണ് കേട്ടോ. 64, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007 കേട്ടോ. 65, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിലുള്ളതല്ല. അപ്പോൾ ഇതെല്ലാം ഉപഭോക്തൃ അവകാശങ്ങളാണ് കേട്ടോ. 66ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. 67ാമത്തെ ചോദ്യം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2012 ആണ്. 68, താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. 69, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദുരന്ത നിവാരണ നിയമം 2005 ആണ്. 70ാമത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന കേട്ടോ. 71, ഇനി മാത്സ് ആണ്, ആൻസർ പറയുകയാണ്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 32 ആണ്. 72ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 61.60 രൂപയാണ് കേട്ടോ. അതായത് 61.60 രൂപ. 74ൻ്റെ ആൻസർ ഓപ്ഷൻ എ 375 രൂപ. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ബി -14 ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 36 ആണ്. ഓപ്ഷൻ ബി 36 ആണ്. 77ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ശനിയാണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 50 ആണ്. 79 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. M125 ആണ്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 7.7077 ആണ് വരുന്നത്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ആൻസർ പറയുവാണ്. ഓപ്ഷൻ എ ഈസ് ആണ് 81ൻ്റെ ആൻസർ വരുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി എക്സ്ട്രാവജൻ്റ് എന്നാണ് വരുന്നത്. 83ൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ്റെ കാണാൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വോണ്ട് യു ആണ് വരുന്നത്. 84 ഓപ്ഷൻ ബി ഓൺ ആണ് വരുന്നത്. 85 ഓപ്ഷൻ സി സോക്സ് വെയർ ബീയിങ് മെൻറ്റഡ് ബൈ ഹെയർ ആണ് വരുന്നത്. 86 ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സർക്കുമുലേഷൻ ആണ് വരുന്നത്. 88 ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്താണ്? മിസിസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ആണ് വരുന്നത്. 89ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമേർലി അറ്റൻഡഡ് എന്നാണ്. 90ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പുട്ടപ്പ് വിത്ത് ആണ് വരുന്നത് കേട്ടോ. 91 ഇനി മലയാളമാണ്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ശബ്ദവും. 92 ഓപ്ഷൻ സി ദിജം. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ പ്രേക്ഷകൻ. 94 ഓപ്ഷൻ എ ഗുരുക്കൾ. 95 ഓപ്ഷൻ ബി മടയൻ. 96 ഓപ്ഷൻ സി ആകാശക്കോട്ട. 97 ഓപ്ഷൻ സി കിഞ്ചിജൻ. 98 ഓപ്ഷൻ ഡി പോൽക്കുടം. 99 ഓപ്ഷൻ എ ഏട് കെട്ടുക എന്നാണ്. 100ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി ശുശ്രു എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഇന്നലെ നടന്ന സ്റ്റോർ കീപ്പർ തിയേറ്റർ അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിപ്പിച്ച കറണ്ട് അഫയേഴ്സിൽ ഉള്ള 20 മാർക്കിനുള്ള ക്വസ്റ്റ്യനും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും കൂട്ടുകാർ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും വരുന്നതായിരിക്കും. താങ്ക് യു.